തൃശൂർ പീച്ചി ഡാമിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ 4 പെൺകുട്ടികളുടെ നില ഗുരുതരമായി തുടരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടികൾ നിലവിൽ പ്രത്യേക തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. പരിക്ക് അതീവ ഗുരുതരമെന്നും തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാരെ കൂടി എത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, വലിയ ആശങ്ക ഉയർത്തുന്ന വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 4 പെൺകുട്ടികളുടെയും സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ത്? നീലിമ, എന്തായാലും ഈ റിസർവോയറിൽ വീണ 4 കുട്ടികളിൽ ഒരു കുട്ടി അല്പം ആരോഗ്യം വീണ്ടെടുത്തതായി ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പീച്ചി സ്വദേശി നിമയാണ് താൽക്കാലികമായി ഒരു ആരോഗ്യനില പുരോഗതി കാണിക്കുന്നത്. എന്നാൽ പട്ടിക്കാട് സ്വദേശികളായിട്ടുള്ള ആൻ ഗ്രേസ്, അലീന, എറിൻ എന്നിവർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ 3 മണിയോട് കൂടിയാണ് ഈ സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാളാഘോഷത്തിന് എത്തിയവർ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. പാറയിൽ വഴുക്കിക്കൊണ്ട് ഈ ഡാമിലേക്ക് വീണതാണെന്നാണ് നിഗമനമുള്ളത്. ഈ റിസർവോയർ വന്ന കാണാൻ കുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. 2 പേർ പാറയിൽ കാൽ വഴുതി വീഴുകയും തുടർന്ന് മറ്റുള്ളവർ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതേ സമയത്ത് തന്നെ നാട്ടുകാർ അവിടെ ഉള്ളത് കൊണ്ട് നാട്ടുകാരാണ് ഇവരെ രക്ഷിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന നിലയിൽ നിന്ന് ഈ കുട്ടികളുടെ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ഈ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതായത് കൊണ്ടുവന്ന സമയത്ത് പൾസ് നോർമൽ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പൾസ് നോർമലായത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രക്തസമ്മർദ്ദം ഉയർത്താനുള്ള മരുന്നുകളാണ് കുട്ടികൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ അതിവിദഗ്ധ സംഘത്തെ അടക്കം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, ആനന്ദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.